ഹായ് ഗായ്സ്, നമ്മൾ മണാലിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഞങ്ങളിപ്പോൾ ഒരു മലയുടെ സൈഡിൽ കൂടെയുള്ള റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മലകളെ മുറിച്ചുകൊണ്ടാണ് നമ്മൾ ഈ റോഡ് മുൻപോട്ട് പോകുന്നത്. സത്ലജ് എന്നാണ് ഈ നദിയുടെ പേര്. നമ്മൾ ഈ നദിയെ മുറിച്ച് കടന്നതിന് ശേഷം ഞങ്ങളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വണ്ടി ഒന്ന് സൈഡ് ഒതുക്കിയിരിക്കുകയാണ്. കുറച്ചു നേരം റിലാക്സ് ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് അതിമനോഹരമായ ഒരു കാഴ്ച ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവം വേറൊന്നുമല്ല കേട്ടോ, ഈ സത്ലജ് എന്ന നദിയുടെ അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റിലാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. ഞങ്ങൾക്ക് പിന്നീടാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. ഞങ്ങൾ അവിടുന്ന് കുറച്ചു നേരം ഫോട്ടോസ് ഒക്കെ എടുത്തു. നദിയുടെ അതിമനോഹരമായ കാഴ്ച കുറെ നേരം ആസ്വദിച്ചു നിന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. അഖിലും ബേസിലും ഡ്യൂട്ടി ചെയ്ത സ്ഥലമായതുകൊണ്ട് ഓരോ സ്ഥലം കാണുന്നതും അവരുടെ ഓർമ്മകൾ എൻ്റെ അടുത്തും ജോയിയെടുത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ യാത്രയിലെ മൂന്നാമത്തെ തുരങ്കപാതയിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് ഗൈസ്. ഇതെല്ലാം പുതിയ ടണൽ എന്നാണ് അഖിൽ എന്നോട് പറഞ്ഞത്. ഈ ടണലെല്ലാം നിർമ്മിക്കപ്പെടുന്ന പ്രധാനമായും സൈന്യത്തിന് വേണ്ടിയാണ്. കാരണം ഇപ്പോൾ യുദ്ധവും മറ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സൈന്യത്തിന് അതിർത്തിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ ടണലുകളൊക്കെ നിർമ്മിക്കപ്പെടുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് അതിർത്തിയിലെ റോഡുകളും മറ്റും ശരിയാക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നതായി നമുക്ക് ഈ വഴി പോകുമ്പോൾ കാണാൻ സാധിക്കും. കാരണം എവിടെ നോക്കിയാലും റോഡ് പണിയും തുരങ്ക നിർമ്മാണവും പാലം പണിയും ഒക്കെയാണ് നടക്കുന്നത്. പിന്നെ ഈ റോഡ് സൈഡിൽ കാണുന്ന റെസ്റ്റോറന്റുകളെല്ലാം ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം റെസ്റ്റോറന്റുകളും ധാബകളും മാത്രമാണ് ഉള്ളത്. ഹില്ലേരിയ ആണെങ്കിലും 4 വേ ആണ് റോഡ്. നമ്മളങ്ങനെ 4ാം തുരങ്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ തുരങ്കത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് കഴിഞ്ഞൊരു ചെറിയ കോഫിയൊക്കെ കുടിക്കാനായിട്ട് റെസ്റ്റോറന്റിൽ നിർത്തി. റെസ്റ്റോറന്റ് അകത്തേക്ക് കയറി ചെന്ന് നോക്കിയപ്പോൾ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ അതിമനോഹരമായ ഒരു റിവർ വ്യൂ ആണ് നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചത്. നിങ്ങളൊന്ന് നോക്കിക്കേ, എന്ത് മനോഹരമാണ് ഇത് കാണാൻ. ഒരു ചിത്രം വരച്ചു വെച്ചേക്കുന്നത് പോലെ ഇല്ലേ? കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇത്രയും യാത്ര ചെയ്യുന്നതിന്റെ നല്ല ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. ഇത്തിരി നേരം അഖിലിന്റെ തോളിൽ ഞാൻ കുറച്ചു നേരം ഒന്ന് മയങ്ങി. പിന്നെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു ഡാമാണ് നമ്മൾ കാണുന്നത്. ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് പാണ്ഡോ എന്ന സ്ഥലത്ത് ബിയാസ് നദി ക്രോസ് ചെയ്തുകൊണ്ടാണ്. നമ്മളിപ്പോൾ ആ ഡാമിൽ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഡാമിന്റെ വലതുവശത്തേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായ ഒരു മല നദിയുടെ അങ്ങേയറ്റം നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. എന്ത് മനോഹരമായ കാഴ്ചയാണിതല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി മുൻപോട്ട് പോയപ്പോൾ ബിയാസ് എന്ന നദിയെ കുറച്ചുകൂടി അടുത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കി നമ്മൾ ആ ബിയാസ് നദിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ മലയാണ് ഇത്രയും അടുത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു പർവ്വതത്തെ ഒരു നദി കെട്ടിപ്പുണർന്ന് നിൽക്കുന്നത് പോലെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മണാലിലേക്ക് വന്നിട്ട് ആദ്യമായി കാണുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് നമുക്കിപ്പോൾ കാണുന്നത്. ഈ നദിയെയും മലയെയും ക്രോസ് ചെയ്തുകൊണ്ട് റോപ്പ് വേ പോകുന്നത് നമുക്ക് കാണാം. നോക്കൂ, ഈ റോപ്പ് വേ വരുന്നത് കണ്ടോ? ഈ നദി കാണുമ്പോൾ പച്ച കളറിലെ സ്ഫടികം വെച്ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇതുപോലെയൊക്കെയുള്ള മനോഹരമായ കാഴ്ചയൊക്കെ കാണുമെങ്കിൽ നിങ്ങൾ മണാലിലേക്ക് വരണം. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഈ ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ഒരു ദീദി വെളിയിൽ നിന്ന് അകത്തോട്ട് നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അഖിലിന്റെ ഫോണൊക്കെ കുത്തിയിട്ടു. ആ സമയത്ത് വീഡിയോ നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. നോക്കൂ ഗൈസ്, ഇപ്പോൾ ഇടത്തെ സൈഡിൽ കാണുന്നത് നമ്മുടെ കുടുവിലെ ഒരു ചെറിയ ഗ്രാമമാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജോയ്ക്ക് വൊമിറ്റിങ്ങിന്റെ ഒക്കെ ടെൻഡൻസി തോന്നി തുടങ്ങി. അത് ചിലപ്പോൾ നമുക്ക് രാവിലെ കഴിച്ച ഫുഡിന്റെ ഒക്കെ ആയിരിക്കും. അങ്ങനെ ജോയ്ക്ക് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ വണ്ടി സൈഡ് ഒതുക്കി. ഞങ്ങൾ അവിടെ നിന്ന് ചുമ്മാ ഇങ്ങനെ വായി നോക്കി നിന്നപ്പോൾ ഞങ്ങൾ അവിടെ താഴോട്ട് നോക്കിയ ഒരു തൂക്കുപാലം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്കൊരു കൗതുകം തോന്നി. അങ്ങനെ ഞങ്ങൾ അതുവഴി പോയൊരു ദീദിയോട് വഴിയൊക്കെ ചോദിച്ച് ഞങ്ങൾ വണ്ടി സൈഡ് നിർത്തിയിട്ട് ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് നടന്നു. കുറച്ചു ദൂരം നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ താഴോട്ടുള്ള ഇറക്കം കാണുമ്പോൾ ഞങ്ങൾ എങ്ങനെ തിരിച്ചു കയറുമെന്ന് പറ്റി ഞാൻ ആലോചിച്ചു. അത്രയ്ക്ക് നല്ല ഒരു കുത്തനെയുള്ളൊരു കയറ്റമാണ്. അങ്ങനെ ഞങ്ങൾ ഇറക്കമൊക്കെ ഇറങ്ങി താഴെ ചെന്നപ്പോൾ പാലത്തിന്റെ അടുത്തെത്തി. ഇതൊരു ചെറിയ പാലമാണ്. 2 വീലർ മാത്രമേ പോവുകയുള്ളൂ. പിന്നെ വലിയ 4 വീലർ ഒന്നും പോവുകയില്ല. ഞങ്ങൾ അങ്ങനെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഫോട്ടോസൊക്കെ എടുത്തു.
ഞങ്ങൾ തിരിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് മുകളിലോട്ട് കയറുകയാണ്. ഞങ്ങളങ്ങനെ വീണ്ടും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. വലിയ വലിയ എയർ ബലൂണുകളൊക്കെ വഴിയിൽ കാണാൻ കഴിയുന്നുണ്ട്. നമ്മളിപ്പോൾ വലത്തെ സൈഡിൽ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിൽ നശിച്ചുപോയ ഒരു സ്ഥലമാണ്. അങ്ങോട്ട് പോകുന്തോറും തണുപ്പിന്റെ ശക്തി കൂടി വരുന്നുണ്ട്. ഇവിടുത്തെ മരങ്ങളുടെ ഇലകളെല്ലാം വാടിക്കരിഞ്ഞ് നിൽക്കുന്നതായി കാണാം. ഈ തണുപ്പ് സീസൺ ആയതുകൊണ്ട് ഈ മരങ്ങളുടെ ഇലകളെല്ലാം പൊഴിയുന്നത് സാധാരണയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എയർ ബലൂണുകളൊക്കെ കാണുന്നത്. ഒരു എയർ ബലൂൺ മുകളിലേക്ക് പറന്നു കയറുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ എയർ ബലൂണൊക്കെ ചൂട് വായുവിൽ കടത്തിടുമ്പോഴാണ് ഈ ബലൂണുകൾ മുകളിലേക്ക് പൊങ്ങുന്നത്. ആ ഇടത് സൈഡിൽ ആപ്പിൾ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്നത് നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ ആപ്പിൾ സീസൺ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ഈ കാണുന്നതെല്ലാം ആപ്പിൾ കടകളാണ്. പക്ഷെ അവിടെ ആപ്പിൾ മാത്രമല്ല കേട്ടോ, അടിപൊളി വെറൈറ്റി ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പൈൻ മരങ്ങളാണ്. എന്ത് രസമാണല്ലേ ആ പൈൻ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ. പിന്നെ ആ പൈൻ മരത്തിന് മുകളിലേക്ക് നോക്കിയാൽ ഐസ് വീടടക്കുന്ന പർവ്വതങ്ങൾ കാണാൻ കഴിയും. അതിന് മുകളിൽ ആ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാൻ. ഗൈസ്, നമ്മളിപ്പോൾ മണാലിലേക്ക് എത്താറായിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകുന്തോറും ട്രാഫിക് കൂടുതലായിരിക്കും. ഈ നിറഞ്ഞു കാണുന്നതെല്ലാം ഹോട്ടലുകളാണ്. സമയം ഏകദേശം രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഒടുക്കത്തെ ബ്ലോക്കും. നമുക്ക് ഇവിടുന്ന് ഇനിയും 4 കിലോമീറ്റർ മുൻപോട്ട് പോകാനുണ്ട്. പിന്നെ രാത്രി ആയതുകൊണ്ട് ഇവിടുത്തെ ഷോപ്പുകളെല്ലാം രാത്രി വെളിച്ചം വീണിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മണാലി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ നമ്മളുടെ റൂമിലേക്കാണ് പോകാനുള്ളത്. നമ്മൾ താമസിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 3 BHK ഫ്ലാറ്റ് ആണ്. നമ്മൾ ഏകദേശം എത്തിയിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് എത്താനായിട്ട് കുറച്ച് ഇടുങ്ങിയ വഴിയിലൂടെയാണ് നമുക്ക് പോകാനായിട്ടുള്ളത്. റോഡിന്റെ ഇരു സൈഡിലും ഇഷ്ടം പോലെ കടകളും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 2 വണ്ടിക്ക് തികച്ചും കഷ്ടിച്ചു പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ കോട്ടയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മണാലി ഉൾപ്രദേശത്തേക്ക് പോകേണ്ടതുണ്ട്. മണാലി ഒരു ചെറിയ ഗ്രാമത്തിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് പോകാനുള്ള വഴിയിൽ വെട്ടം കുറവാണ്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. തൊട്ടപ്പുറത്താണ് നമ്മുടെ കോട്ടേജ്. അങ്ങനെ ഈ പുള്ളിക്കാരനാണ് ഈ കോട്ടേജിന്റെ മാനേജർ. ഞങ്ങൾ എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ് പുള്ളിക്കാരൻ. ഇതാണ് ഗൈസ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന കോട്ടേജ്. ഇതിന്റെ 2ാമത്തെ നിലയിലാണ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ 3 റൂം, ഒരു കിച്ചൺ, 2 ബാത്റൂം, ഒരു ബാൽക്കണി അടങ്ങി അതിമനോഹരമായ ഒരു വീടാണിത്. ഞങ്ങൾ അങ്ങനെ ബാൽക്കണിയിലേക്ക് വന്നു. ഇവിടുന്ന് താഴേക്ക് നോക്കിയപ്പോഴാണ് താഴെ 2 ഭീകരന്മാരായ 2 സെക്യൂരിറ്റിമാരെ കണ്ടത്. നിൽക്കുന്ന നിൽപ്പൊക്കെ കണ്ടില്ലേ? ഇവന്മാരെ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല ജോലിക്കാരാണെന്ന്. രാത്രി മുഴുവൻ ഈ കോട്ടേജ് അവരുടെ സംരക്ഷണത്തിലാണ്. ഈ വീടിനവർ രാവിലെ വരെ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ അതിനുശേഷം ഒന്ന് റെഡിയൊക്കെ ആയിട്ട് കിച്ചണിൽ കയറി ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ യാത്രയിലെ വിശേഷം. ഇനി നാളെ മുതൽ മണാലിലെ ഓരോ സ്ഥലങ്ങളും നമ്മുടെ വ്ലോഗിൽ വരുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മണാലി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.